ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റോബസ്റ്റ പഴം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു പഴം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഒന്ന് വൈകിട്ടത്തെ നമുക്ക് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊടുക്കാം. പഴം ഇവിടെ ചിലവാകുകയും ചെയ്യും. നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഇപ്പം ബനാന ഇപ്പം റോബസ്റ്റ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പം നേന്ത്രപ്പഴം ആണെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് റോബസ്റ്റ പഴം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 പഴമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുവാണ്. ഞാൻ ഫോർക്ക് കൊണ്ടാണ് സ്മാഷ് ചെയ്യുന്നത്. പെട്ടെന്ന് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്മാഷ്ഡായി കിട്ടുകയും ചെയ്യും. ഞാൻ ഒരെണ്ണം ചെയ്തതിന് ശേഷം അടുത്തതും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അടുത്തതും അതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കുന്നത് നമ്മൾ മൈദയല്ല, നമ്മൾ ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ ഓട്സ് എടുത്ത് മിക്സിക്കകത്തിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓട്സ് എടുത്ത് ഞാൻ പൊടിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അളന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ്സാണ്, ഈ ഗ്ലാസ്സിനാണ് ഞാൻ ഓട്സ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിന് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കാര്യം നമ്മളെ പഴുത്തതായതുകൊണ്ട് തന്നെ അതിനും നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി പഞ്ചസാര നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാര ഇവിടെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ടയാണ് വേണ്ടുന്നത്. ഞാനിവിടെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട പൊട്ടിക്കുമ്പോൾ ചിലപ്പം കേട് വന്നതാണെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നനവില്ലാത്ത പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പം അത് നന്നായിട്ടൊന്ന് അടിച്ച് പതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കഴിഞ്ഞ്, അപ്പോൾ അത് ഫുള്ളങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് എണ്ണയാണ് ആവശ്യം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു 1/4 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് എടുക്കാം. അപ്പോൾ അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയും നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് നേരം ഇതൊക്കെ അടിക്കാൻ പോയ സമയം കൊണ്ട് നമ്മൾ ബനാന കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് കുറച്ച് നേരം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ഓട്സ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓട്സിൽ ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ മൈദ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ഈ ഓട്സും ഈ പഴവും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു പശപ്പ് കുറച്ചൊന്ന് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ ബനാന കേക്ക്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാൻ ആദ്യം വേറൊരു മോൾഡിലാണ് ചെയ്തപ്പോഴും അതിൽ കൊള്ളത്തില്ല, അതിൽ കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മോൾഡൊക്കെ മാറ്റി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബട്ടർ പേപ്പർ ഞാൻ ആ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ ഇതിലോട്ടങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ക്വയർ വെച്ച് ഒന്ന് ബബിൾസൊക്കെ ഉണ്ടോയെന്ന് നോക്കി അതിന് ശേഷം കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കളറുണ്ട്. ഇനി ഗ്രീനും റെഡും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം കാഷ്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഓവനിലോട്ട് നമ്മൾ ആ ബാറ്റർ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഞാനൊരു 30 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിനി കേക്ക് നോക്കാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് എടുത്ത് നോക്കി, സ്ക്വയർ വെച്ച് നോക്കിയപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. എന്നാലും എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കി, ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് തൊട്ട് നോക്കി, നല്ല മോയിസ്റ്റാണ് കേക്ക്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ഞാനിത് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ കേക്ക് ഇപ്പോഴും കാണുമ്പോൾ നല്ല മോയിസ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഒക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.